ഹിസ്ബുള്ള ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ഫെബ്രുവരി 18 വരെ തുടരും. പ്രസിഡന്റ് നജീബ് മിക്കാത്തി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. വെടിനിർത്തൽ കാലയളവിൽ ഇസ്രായേൽ സേനയെ പൂർണ്ണമായും ലെബനനിൽ നിന്ന് പിൻവലിക്കും. ഐസൺ ജൂസ് ചേരുന്നു. ഐസൺ, വിശദാംശങ്ങൾ. തീരുമാനമാണ്. അത് ഇത് സംബന്ധിച്ചൊരു വ്യക്തമായ നിലപാടാണ് ലെബനൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിഖാത്തിയാണ് ഇക്കാര്യം ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നജീബ് മിഖാത്തി പറയുന്നതനുസരിച്ച് ഫെബ്രുവരി 18 വരെ വെടിനിർത്തൽ നീളുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. വെടിനിർത്തൽ ഇത്തരത്തിൽ ഫെബ്രുവരി 18 വരെ നീളുമ്പോൾ സ്വാഭാവികമായും തുടർ നടപടികളുടെ ഭാഗമായി മറ്റു ചില നീക്കങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് ആ പ്രദേശത്തു നിന്നുള്ള പൂർണ്ണമായ ഇസ്രായേൽ സേനയുടെ പിന്മാറ്റവും അതുപോലെ തന്നെ ലെബനൻ സേനയുടെ ഒരു പൂർണ്ണമായ വിന്യാസവുമാണ് അപ്പോൾ അവിടെ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ശക്തമായ ഒരു ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഹമാസുമായുള്ള വെടിനിർത്തൽ യാഥാർത്ഥ്യമായിരിക്കുകയും ഹമാസ് പ്രശ്നം പരിഹരിക്കുക, ഹമാസുമായുള്ള ഇസ്രായേൽ സംഘർഷത്തിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ കരുതാവുന്ന നീക്കങ്ങൾ ഉണ്ടാവുകയും ബന്ദികളുടെ മോചനം സാധ്യമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പുതിയ ലിസ്റ്റും ബന്ദികളെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ ലിസ്റ്റ് പോലും ഇന്ന് പുറത്തു വന്നൊരു സാഹചര്യത്തിൽ തുടർന്നും ഇത്തരത്തിലൊരു ആക്രമണം ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കൃത്യമായി നിയന്ത്രിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള അത്തരത്തിൽ വീണ്ടും നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ വെടിനിർത്തൽ ധാരണയെ പോലും അത് പ്രതികൂലമായി ബാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് നജീബ് മിഖാത്തിയുടെ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത്. നജീബ് മിഖാത്തി വളരെ കൃത്യമായി പറയുന്നത് 18 തീയതി വരെ, ഫെബ്രുവരി 18 വരെ ഈ വെടിനിർത്തൽ ധാരണയ്ക്ക്, അതായത് ലെബനൻ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണ് എന്ന നിലപാടാണ്. ആ കാലഘട്ടത്തിനുള്ളിൽ തന്നെ വ്യവസ്ഥാപിത സംവിധാനങ്ങൾ അവിടെ പുനഃസ്ഥാപിക്കാൻ, അതായത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യവസ്ഥാപിത ലെബനൻ സൈന്യം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. രോഹിണി. ശരി, ഐസൺ ജൂസാണ് വിവരങ്ങൾ നൽകിയത്.